കേരള ഭരണവും ഭരണരംഗവും എന്ന ടോപ്പിക്കിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് LDC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം നമ്മൾ അത് ഫോക്കസ് ചെയ്തുള്ള ക്ലാസ്സാണ് എന്നെടുക്കാൻ പോകുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി. അതായത് നമ്മൾ LDC പഠിക്കുന്നവരെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്യുന്നൊരു പോർഷൻസാണ്. കേരള ഭരണവും ഭരണരംഗവും ഒക്കെ സ്കിപ്പ് ചെയ്യുന്നതാണ്. കാരണം നമുക്കത് പഠിക്കുന്തോറും നമുക്കത് ബോറടിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആൾക്കാർ അത് സ്കിപ്പ് ചെയ്ത് വേറെ ടോപ്പിക്കിലോട്ട് പോവാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഭരണവും ഭരണരംഗവുമായിട്ടുള്ള ടോപ്പിക്സിനൊക്കെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ ഇത് കുറച്ചേ ഉള്ളൂ നമ്മുടെ സിലബസ് വരുന്നത്. നല്ല രീതിയിൽ നമ്മളൊന്ന് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇതിനു മുമ്പേ നമ്മൾ കേരള ഭരണവും ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട ഗവേൺസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവരാവകാശ ഗവേൺസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർവീസിൻ്റെ ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ക്ലാസ് നിങ്ങൾ കാണുക. മാക്സിമം 2 ക്ലാസ്സും മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ 2 ക്ലാസ്സിൽ നിന്ന് തന്നെ 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് തന്നെ കംപ്ലീറ്റ് വലിച്ചു വാരിയല്ല, നിങ്ങൾക്ക് ആവശ്യമായ, അതായത് LDC പരീക്ഷയ്ക്ക് ആവശ്യമായ രീതിയിലാണ് നമ്മൾ ക്ലാസ്സസും നോട്ട്സും തയ്യാറാക്കുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അപ്പം നിങ്ങളെന്താണ് നമുക്ക് ചെയ്തു തരേണ്ടതെന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. ഞാൻ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് തരാമേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് കടക്കാം. ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, SDMA, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് അറിയാലോ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പോൾ എന്താണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി? അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമുക്ക് എന്തിനാണ് അതോറിറ്റി എന്നൊക്കെ ഉള്ളത് നോക്കാം. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 2005 ദേശീയ ദുരന്ത നിവാരണ നിയമം NDMA തുടർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അനുസൃതമായിട്ടാണ്? 2005 മറക്കല്ലേ, ഈ ഇയർ ഓർത്ത് വെച്ചോ. 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തെ തുടർന്നാണ് നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDMA പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള നിയമപരമായ സ്ഥാപനങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ. അപ്പോൾ ഇത്രയും പോയിന്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് എങ്ങനെയാണ്, പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തെ തുടർന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മറക്കല്ലേ. അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറഞ്ഞൊരു നിയമാനുസൃത സ്ഥാപനമാണ്, സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പോൾ നിയമാനുസൃത സ്ഥാപനമാണ്. അതുപോലെ തന്നെ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ച്, അതായത് ആർട്ടിക്കിൾ 14 അനുസരിച്ച്, വകുപ്പ് 14 അനുസരിച്ച് രൂപീകരിച്ചിട്ടുള്ള നിയമപരമായ സ്ഥാപനങ്ങളാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയ? നമ്മുടെ നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുണ്ട്. അതെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, രൂപീകരിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2005 ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് 14 അനുസരിച്ചാണ് ഇതെല്ലാം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ എല്ലാ സംസ്ഥാനങ്ങളും രൂപീകരിച്ചിട്ടുള്ളത്. അത്രയും ക്ലിയർ ആയേ? ഇനി അടുത്തിലോട്ട് പോവാം. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതായത് സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമില്ല, ഓർത്തു വെച്ചോ, സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇത് മറക്കല്ല്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സംസ്ഥാന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ അധികാരമില്ലാത്ത, പുറത്തു സ്വയംഭരണ അധികാരമില്ലാത്ത അതോറിറ്റിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ക്ലിയർ ആയേ? അതുപോലെ തന്നെ നമ്മുടെ SDMA ഇല്ലേ, അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പം എന്താണ് പറഞ്ഞത്? SDMA അഥവാ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി അഥവാ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അപ്പോൾ നമുക്ക് അഭിമാനിക്കാം, ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ക്ലിയർ ആയേ? അടുത്തത്
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് എന്നാണ്? അപ്പോൾ അത് നമുക്ക് അതോടെ പഠിച്ചു നോക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് എന്നാണ്? 2007 മെയ് 4. 2007 മെയ് 4 കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത്. അപ്പോൾ രൂപീകരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദനാണ് രൂപീകരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി. അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകൃതമായത് എന്നാണ്? 2007 മെയ് 4. രൂപീകരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അതങ്ങ് ഓർത്ത് വെച്ചാൽ 2007 മുഖ്യമന്ത്രി ആരാണ്? VS അച്യുതാനന്ദൻ അല്ലേ? അതങ്ങ് ഓർത്ത് വെച്ചാൽ VS അച്യുതാനന്ദൻ. അപ്പം 2007 മെയ് 4 2007 മെയ് 4 മുഖ്യമന്ത്രി ആരാണ്? രൂപീകരിക്കുന്ന സമയത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അതുപോലെ തന്നെ കേരള ദുരന്ത നിവാരണ ചട്ടം കേരള സർക്കാർ കൊണ്ടുവന്ന വർഷം 2007. മറക്കല്ലേ. കേരള ദുരന്ത നിവാരണ ചട്ടം കേരള സർക്കാർ കൊണ്ടുവന്ന വർഷം 2007. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം എന്നാണ് വന്നത്? 2005. ദേശീയ ദുരന്ത നിവാരണ നിയമം വന്നത് 2005. അതുപോലെ തന്നെ കേരള ദുരന്ത നിവാരണ ചട്ടം കേരള സർക്കാർ കൊണ്ടുവന്ന വർഷം 2007. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ലോക ബാങ്കിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് KSDMA. അതായത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ലോക ബാങ്കിന്റെ പുരസ്കാരം കരസ്ഥമാക്കിയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. അപ്പം അത് ഓർത്ത് നോക്കാം, എല്ലാത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് വരുന്നത്. അപ്പോൾ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരം. ആപ്തവാക്യം എന്ന് പറയുമ്പോൾ സുരക്ഷായനമാണ്. ആപ്തവാക്യം സുരക്ഷായനം. അതുപോലെ തന്നെ ചെയർമാൻ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. അതുപോലെ തന്നെ വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയായിരിക്കും. അത് ഓർത്ത് വെച്ചോണേ. ഇത് തമ്മിൽ ഒരു കണക്റ്റ് വേണേ. അതായത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം ചെയർമാൻ എന്ന് പറഞ്ഞത് എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. ക്ലിയർ ആയ? ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. അതായത് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ അതേ, ഇതെന്താണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അല്ലേ? ദുരന്തം വരുമ്പോഴുള്ള ദുരന്തത്തെ അതിജീവിക്കാനുള്ള അതോറിറ്റി അല്ലേ? അപ്പോൾ ആ അതോറിറ്റിയുടെ ഹെഡ് എപ്പോഴും മുഖ്യമന്ത്രിയാകും. കാരണം എന്തെന്ന് പറഞ്ഞാൽ പല വകുപ്പുകൾ ഇതിനകത്ത് വരും. ഒരു ദുരന്തം നടക്കുമ്പോൾ പല വകുപ്പ്, പോലീസ് ആഭ്യന്തരം ഇടപെടണം, അതുപോലെ റവന്യൂ ഇടപെടണം, കൃഷി ഇടപെടണം, ആരോഗ്യം ഇടപെടണം, അങ്ങനെ പല 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 വകുപ്പുകളല്ലേ. അപ്പോൾ ഈ വകുപ്പുകളിൽ മന്ത്രിമാരെ ഈ വകുപ്പുകളിലൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനും അതിൻ്റെയൊക്കെ ഹെഡായിട്ട് വരുന്ന അവരെല്ലാം ഏകോപിപ്പിക്കാൻ കഴിവുള്ളത് ആർക്കാണ്? മുഖ്യമന്ത്രിക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചെയർമാൻ മുഖ്യമന്ത്രിയായിട്ടും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. അപ്പോൾ ഓർത്ത് വെക്കണേ, മുഖ്യമന്ത്രി ചെയർമാനും വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയുമായിരിക്കും. അതുപോലെ മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ചെയർമാനാണ്. അപ്പം മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ചെയർമാനാണ്. 10 അംഗങ്ങൾ വരെയാവാം. അപ്പോൾ 10 അംഗങ്ങൾ വരെയാകാം എന്നാണ് പറയുന്നത്. 10 അംഗങ്ങൾ വരെ ആവാമെന്നാണ് പറയുന്നത്. അപ്പം മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ചെയർമാനാണ്. 10 അംഗങ്ങൾ വരെയാകാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചെയർമാൻ. അപ്പോൾ ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് പറയല്ലോ. അപ്പോൾ ആദ്യത്തെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആദ്യ ചെയർമാൻ അപ്പോൾ ആരായിരിക്കും? VS അച്യുതാനന്ദൻ. നിലവിലത്തെ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. അപ്പം നിലവിലത്തെ വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ മന്ത്രി ആരാണ്? ഇപ്പോൾ നിലവിലത്തെ KR രാജൻ. അത് ഓർത്ത് വെക്കണേ. അടുത്ത നമുക്ക് പഠിക്കാം. അടുത്ത പോയിന്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്ന റവന്യൂ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ KSDMAയുടെ വകുപ്പ് തലവനായി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയേ? അതായത് നമ്മൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ ഞാൻ ഒരു ഇതിൽ പറഞ്ഞുതരാം. അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അതുപോലെ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങൾ TV ഒക്കെ ശ്രദ്ധിച്ചാൽ മതി, TV പത്രമാധ്യമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ വരുന്നത് ആരാണ്? റവന്യൂ മന്ത്രിയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു ദുരന്തങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് റവന്യൂ മന്ത്രിയും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പ്, അതായത് റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒക്കെ വരുന്നത്. റവന്യൂ വകുപ്പിൻ്റെ കീഴിലാണ്. അപ്പോൾ റവന്യൂ വകുപ്പിൻ്റെ കീഴിലെ അതായത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് KSDMAയുടെ വകുപ്പ് തലവനായി പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയോ? വർഷത്തിൽ ഒരു തവണയെങ്കിലും KSDMA യോഗം ചേരണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ. അപ്പോൾ വകുപ്പ് തലവനായി പ്രവർത്തിക്കുന്നത് റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് വകുപ്പ് തലവനായി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു തവണ യോഗം വിളിച്ചു ചേർക്കണം. അതുപോലെ തന്നെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, മാർക്കല്ലേ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുന്ന ആരാണ്? സംസ്ഥാന ചീഫ് സെക്രട്ടറി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറി. അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ
വകുപ്പ് തലവനെ പ്രവർത്തിക്കുന്ന ആരാണ്? റവന്യൂ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, അതുപോലെ തന്നെ ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. ക്ലിയർ ആയേ? അപ്പോൾ നമുക്കിനി അംഗങ്ങൾ 10 അംഗങ്ങൾ വരുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ അംഗങ്ങളൊന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാലോ, അതായത് അംഗങ്ങൾ മൊത്തം ഒന്ന് നമുക്ക് പഠിച്ചാലോ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 10 അംഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. 10 വരെ ആകാവുന്ന 10 അംഗങ്ങളെന്നല്ല 10 വരെ ആകാവുന്ന അംഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അംഗങ്ങൾ ആരൊക്കെയാണെന്ന് പഠിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു ചെയർമാൻ, നമ്മുടെ കേരള മുഖ്യമന്ത്രി ചെയർമാൻ എക്സ് ഒഫിഷ്യോ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയാണ് ഇത്. എക്സ് ഒഫിഷ്യോ കമ്മിറ്റിയിലും ചെയർമാൻ വരുന്നുണ്ട്, അതായത് കേരള മുഖ്യമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ അംഗം കേരള മുഖ്യമന്ത്രി ചെയർമാൻ എക്സ് ഒഫിഷ്യോ മെമ്പറാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ നമുക്കറിയാം വൈസ് ചെയർമാൻ റവന്യൂ വകുപ്പ് മന്ത്രി എക്സ് ഒഫിഷ്യോ ആണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അംഗം എക്സ് ഒഫിഷ്യോ. അപ്പോൾ എന്തായാലും കേരള മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയല്ലേ ആഭ്യന്തരവും. അപ്പോൾ ഇത് രണ്ടിലും ഒന്നാണ്. ക്ലിയറായി? അതായത് ഇപ്പം നിലവിൽ പിണറായി വിജയൻ തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അംഗങ്ങളിപ്പം ഒരാൾ കുറഞ്ഞ് ഞാൻ അവസാനം പറഞ്ഞുതരാം. ആഭ്യന്തര വകുപ്പ് മന്ത്രി അംഗം എക്സ് ഒഫിഷ്യോ. അടുത്തത് അഞ്ചാമത്തെ ആൾ കൃഷി വകുപ്പ് മന്ത്രി അംഗം എക്സ് ഒഫിഷ്യോ കമ്മിറ്റിയിലുണ്ട് കൃഷി വകുപ്പ് മന്ത്രി. അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് എക്സ് ഒഫിഷ്യോ കമ്മിറ്റിയിലുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടറി ഉണ്ട്, റവന്യൂ സെക്രട്ടറി അംഗം എക്സ് ഒഫിഷ്യോ. അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി അംഗം എക്സ് ഒഫിഷ്യോ. അതുപോലെ തന്നെ ഒരു ILDM ഫാക്കൽറ്റി അംഗം എക്സ് ഒഫിഷ്യോ. ILDM എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഫാക്കൽറ്റിയും വരും. അതുപോലെ തന്നെ ദുരന്ത നിവാരണ രംഗത്ത് നിന്നുള്ള 2 വിദഗ്ധരൂടെ വരും. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ ഇപ്പം നിലവിലത്തെ ആൾക്കാരുടെ എണ്ണം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഇത് പറയുമ്പോൾ ഇപ്പോൾ എണ്ണം കറക്റ്റായ 10 പേര് വരുമെന്നാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതായത് ഇപ്പം നിലവിലെ വരുമ്പോൾ എങ്ങനെയാണ്? കേരള മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി 1 ആണ്. അപ്പോൾ ഒരു അംഗം 1 ഒരംഗമായ. അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് മന്ത്രി 2, അതുപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി 3, ചീഫ് സെക്രട്ടറി 4, റവന്യൂ സെക്രട്ടറി 5, ആഭ്യന്തര സെക്രട്ടറി 6, അതുപോലെ തന്നെ ILDM ഫാക്കൽറ്റി 7, പിന്നെ ദുരന്ത നിവാരണത്തിൽ നിന്നുള്ള 2 വിദഗ്ധർ 7, 8, 9 പേരായി. ക്ലിയർ ആയേ? ഇത്രയും പേരാണ് വരുന്നത്. അപ്പോൾ ഇത്രയും പേരുടെ അംഗങ്ങളുടെ പേരങ്ങ് പഠിച്ചു വെക്കണം. ഞാൻ ഒന്നുകൂടെ പറയാം. കേരള മുഖ്യമന്ത്രി ചെയർമാൻ എക്സ് ഒഫിഷ്യോ കമ്മിറ്റി, റവന്യൂ വകുപ്പ് മന്ത്രി വൈസ് ചെയർമാൻ എക്സ് ഒഫിഷ്യോ, ആഭ്യന്തര വകുപ്പ് മന്ത്രി അംഗം, കൃഷി വകുപ്പ് മന്ത്രി അംഗം, ചീഫ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, റവന്യൂ സെക്രട്ടറി റവന്യൂ അംഗം, ആഭ്യന്തര സെക്രട്ടറി അംഗം, ഒരു ILDM ഫാക്കൽറ്റി അംഗം, അതുപോലെ തന്നെ ദുരന്ത നിവാരണത്തിൽ നിന്നുള്ള 2 വിദഗ്ധർ. ഇത്രയും പേരാണ് നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ പ്രസ്തുത ചട്ടത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ SCOC ഹെഡ് സയൻറ്റിസ്റ്റിനെ അതോറിറ്റിയുടെ എക്സ് ഒഫിഷ്യോ മെമ്പറായിട്ട് നിയമിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഒരു ഇത് പറഞ്ഞുതരാം. അതായത് എക്സ് ഒഫിഷ്യോ മെമ്പറായിട്ട് 2 പേരെ വെക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ അത് സ്റ്റേറ്റിന് പക്ഷേ എത്ര വേണേലും ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ അംഗങ്ങളെയും എക്സ് ഒഫിഷ്യോ മെമ്പറായിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എത്ര എക്സ് ഒഫിഷ്യോ മെമ്പറാണെന്നുള്ളതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും എക്സ് ഒഫിഷ്യോ മെമ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ അംഗങ്ങൾ എത്ര പേരാന്ന് ചോദിക്കും. അപ്പോൾ അംഗങ്ങളല്ലാത്തവർ ആരൊക്കെയാണ്, അല്ലാത്തവരാരൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ചിലപ്പം ഒരു പരീക്ഷയ്ക്ക് ചോദിക്കാം, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ ഈ പറയുന്നവയിൽ ആരൊക്കെയെന്ന് പറഞ്ഞിട്ട് റവന്യൂ സെക്രട്ടറി വരും, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി വരും, ആഭ്യന്തര സെക്രട്ടറി വരും, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പേരും തരും. ഈ അംഗങ്ങളില്ലാത്തൊരു മന്ത്രിയുടെ, ഇപ്പോൾ അംഗങ്ങളില്ലാത്തൊരു മന്ത്രിയുടെ ഇത് വരും, പൊതുമരാമത്ത് മന്ത്രിയും തരും. അപ്പം നമ്മളോട് ചോദിക്കും ഇതിലേതാണെന്ന്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അംഗങ്ങളല്ലാത്ത ഏതാണെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ പറയണം പൊതുമരാമത്ത് മന്ത്രിയാണ്. അപ്പോൾ ഇത്രയും അംഗങ്ങൾ അങ്ങ് പഠിച്ചു വെക്കുക. കാണാനല്ല, നിങ്ങൾ മനസ്സിലാക്കി അങ്ങ് പഠിക്കുക. ഇത് പഠിക്കാതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്, പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒന്നുകൂടെ പറയാം. കേരള മുഖ്യമന്ത്രി ചെയർമാൻ, റവന്യൂ വകുപ്പ് മന്ത്രി ചെയർമാൻ, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും വരും. ക്രമസമാധാനമൊക്കെ ദുരന്തം വരുമ്പോൾ നമുക്ക് ക്രമസമാധാനം നീക്കുന്നതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും വരും. അതുപോലെ തന്നെ കൃഷി വകുപ്പ് മന്ത്രിയും വരും. ചീഫ് സെക്രട്ടറി എന്തായാലും വരുമല്ലോ. അതുപോലെ തന്നെ റവന്യൂ വകുപ്പ് വന്നതുകൊണ്ട് റവന്യൂ സെക്രട്ടറി വന്നേ, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് വന്നതുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി വന്നേ, പിന്നെ ഒരു ILDM ഫാക്കൽറ്റി അത് വരുമല്ലോ. എന്തായാലും ILDM എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആണ്. അവിടെയുള്ള ഒരു ഫാക്കൽറ്റിയും വേണം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിദഗ്ധമായിട്ടൊക്കെ പറയാനും. അതുപോലെ തന്നെ ദുരന്ത നിവാരണ
രംഗത്തു നിന്നുള്ള 2 വിദഗ്ധരൂടെ വേണം. അപ്പോൾ ക്ലിയറായേ? അപ്പോൾ ഇനി നമുക്ക് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, അതുപോലെ തന്നെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം. സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആപ്തവാക്യം എന്ന് പറയുമ്പോൾ ടുവേഡ്സ് എ സേഫർ സ്റ്റേറ്റ് ആണ്. ടുവേഡ്സ് എ സേഫർ സ്റ്റേറ്റ്, അതായത് സുരക്ഷായനമേ ചോദിക്കത്തില്ല പരീക്ഷയ്ക്ക്, സുരക്ഷായനം. ഇനി അഥവാ ഇത് ഇംഗ്ലീഷ് ചോദിച്ചെങ്കിൽ ഓർത്ത് വെച്ചോ, ടുവേഡ്സ് എ സേഫർ സ്റ്റേറ്റ്, സുരക്ഷായനം. അടുത്ത നമ്മൾ പറയാം ലാൻഡ് റവന്യൂ സെക്രട്ടറി. നമ്മൾ പറഞ്ഞിരുന്നത് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് എന്താണ് വകുപ്പ് തലവനായി പ്രവർത്തിക്കുന്നത്, KSDMAയുടെ വകുപ്പ് തലവനായി. അപ്പോൾ ലാൻഡ് റവന്യൂ സെക്രട്ടറിയെ കുറിച്ച് നമുക്ക് നോക്കാം. ലാൻഡ് റവന്യൂ സെക്രട്ടറി എന്താണ്? KSDMAയുടെ വകുപ്പ് മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നത് ലാൻഡ് റവന്യൂ സെക്രട്ടറിയെ കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചോ. KSDMA അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ വകുപ്പ് മേധാവിയായിട്ട് വരുന്നു. അതുപോലെ തന്നെ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നത് ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ്. വർഷത്തിൽ ഒരു തവണയെങ്കിലും യോഗം ചേരണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ കൂടിയാണ്. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ കൂടിയാണ് ഈ ലാൻഡ് റവന്യൂ സെക്രട്ടറി. ഓർത്ത് നോക്കണേ അത്. അടുത്തെന്ന് പറഞ്ഞാൽ സംസ്ഥാന കാര്യനിർവഹണ സമിതി, SCC, സംസ്ഥാന കാര്യനിർവഹണ സമിതി. അതായത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMAയുടെ കീഴിലുള്ള സ്ഥാപനം. അപ്പോൾ സംസ്ഥാന കാര്യനിർവഹണ സമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMAയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സംസ്ഥാന കാര്യനിർവഹണ സമിതി. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ KSDMAയുടെ ഭരണപരമായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഏകോപനം നടത്തുന്നതിന് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് രൂപം നൽകിയ സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതാണ് SCC പറയുന്നത്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി, സംസ്ഥാന കാര്യനിർവഹണ സമിതി. ഇപ്പം നമുക്ക് കുറച്ച് മുമ്പുള്ള അതോറിറ്റികൾ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരൊക്കെ കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അവരൊക്കെ എന്ന് വെച്ചാൽ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു അതിനെക്കുറിച്ചുള്ള നടപടികളെടുക്കുക. പക്ഷേ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്കൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഉദ്യോഗസ്ഥർ മാത്രമേ പാടുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഓൾറെഡി ഭരണരംഗത്തിൽ പഠിക്കുന്നതാണ്. ഭരിക്കാൻ മുഖ്യമന്ത്രിമാരും വേറൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. അതായത് ഭരിക്കാൻ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും എല്ലാം ഉണ്ട്. പക്ഷേ അത് താഴെത്തട്ടിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്ത് വേണം? ശ്രേണിപരമായ ഉദ്യോഗസ്ഥർ വേണം. അത് ഉദ്യോഗസ്ഥരുണ്ടെങ്കിലേ അത് ജനങ്ങൾക്ക് അവിടെ ഒരു കാര്യങ്ങളും സേവനങ്ങളും ഒക്കെ എത്തിക്കാൻ ഉദ്യോഗസ്ഥർ വേണം. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന കാര്യനിർവഹണ സമിതി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്ന് പറയുന്നത് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന KSDMAയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. അതായത് KSDMAയുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭരണപരമായ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ഏകോപനം നടത്തുന്നതിനും ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് രൂപം നൽകിയ സ്ഥാപനമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ. അപ്പം നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഥവാ സംസ്ഥാന കാര്യനിർവഹണ സമിതിയിൽ അംഗങ്ങൾ 5 പേരാണ് വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നത് മൊത്തം ഉദ്യോഗസ്ഥരാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ ഓർത്ത് നോക്കണേ. അതായത് സംസ്ഥാന കാര്യനിർവഹണ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വരുന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് നോക്കണേ. ചെയർമാൻ, ചീഫ് സെക്രട്ടറി വരും. പിന്നെ കൺവീനർ, സെക്രട്ടറി, റവന്യൂ വകുപ്പിലെ സെക്രട്ടറി വരും. അതുപോലെ തന്നെ ഫിനാൻസിലെ അതായത് ധനകാര്യത്തിൻ്റെ സെക്രട്ടറിയും വരും, ആഭ്യന്തരത്തിലെ സെക്രട്ടറിയും വരും, അതായത് സെക്രട്ടറി, ആരോഗ്യത്തിലെ സെക്രട്ടറി അംഗമായിട്ട് വരും. അപ്പോൾ 5 അംഗങ്ങൾ വരും സംസ്ഥാന കാര്യനിർവഹണ സമിതി. അതായത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി 5 അംഗങ്ങൾ വരും. ചെയർമാൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ കൺവീനർ സെക്രട്ടറി, റവന്യൂ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും. അതുപോലെ തന്നെ ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കും ഫിനാൻസ് സെക്രട്ടറി അംഗവും. അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറി, ആരോഗ്യ സെക്രട്ടറി ഇവർ 3 പേരും അംഗങ്ങളായിട്ടും വരും. ക്ലിയർ ആയേ? അടുത്തത് കേരള ദുരന്ത നിവാരണ നയം, കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി നിലവിൽ വന്നത് 2010. ഡേറ്റ് ഓർത്ത് വെക്കണേ. ചോദിക്കും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ചേരുമ്പടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. എന്തൊക്കെ തമ്മിലാണ് ചേർക്കാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പറ്റുന്നത്? ദേശീയ ദുരന്ത നിവാരണ നിയമം 2005, ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 നമ്മൾ പഠിച്ചതാണ്, അതും വരും. അതുപോലെ തന്നെ കേരള ദുരന്ത നിവാരണ ചട്ടം 2007 നമ്മൾ പഠിച്ചതാണ്, 2007. അപ്പോൾ
അതുപോലെ തന്നെ കേരള ദുരന്ത നിവാരണ നയം, കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി നിലവിൽ വന്നത് 2010. അപ്പോൾ ഈ 3 ഇയേഴ്സ് തമ്മിലുള്ള ചേരുമ്പടി ചേർക്കാനൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. കേരള ദുരന്ത നിവാരണ നയം നിലവിൽ, കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി നിലവിൽ വന്നത് എന്നാണ്? 2010. 2007 എന്താണ് വന്നത്? കേരള ദുരന്ത നിവാരണ ചട്ടം 2007 വന്നു. ദേശീയ ദുരന്ത നിവാരണ നിയമം 2005 വന്നു. ക്ലിയർ ആയോ? അതുപോലെ ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ 5ആയി തരംതിരിക്കുന്നു. അപ്പോൾ നമ്മൾ ദുരന്ത നിവാരണ, അതായത് കേരള ദുരന്ത നിവാരണ നയം, അതായത് കേരള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസി അനുസരിച്ച് നമ്മൾ ദുരന്തങ്ങളെ 5ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ 5 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ കാറ്റഗറി നമുക്ക് നോക്കാം. ഫസ്റ്റ് കാറ്റഗറി 1 എന്താണ്? ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. കാറ്റഗറി 1 ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് വരുന്നത്. നമുക്കറിയാം, വെള്ളപ്പൊക്കം വരും, അതുപോലെ തന്നെ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വരൾച്ച, ഇടിമിന്നൽ, ഹിമപാതം, ഉഷ്ണക്കാറ്റ്, ശീതക്കാറ്റ്, കടലാക്രമണം, മേഘപാതം, പേമാരി. അത് അറിയാലോ. കാറ്റഗറി 1 എന്ന് പറയുമ്പോൾ ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അപ്പോൾ അത് ജലവും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരും. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് കാറ്റഗറി 1 വരുന്നത്. അടുത്തത് കാറ്റഗറി 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. കാറ്റഗറി 2 എന്നാണ് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭൂകമ്പം വരും, സുനാമി വരും, മണ്ണിടിച്ചിൽ, ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം. അപ്പോൾ ഈ സുനാമി കാറ്റഗറി 1 വരുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. സുനാമി ഒരു ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തമാണ്. ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തമല്ല സുനാമി വരുന്നത്. സുനാമി എന്ന് പറയുന്നത് ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കാറ്റഗറി 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ഭൂകമ്പം, സുനാമി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അഗ്നിപർവ്വത സ്ഫോടനം. അടുത്തത് കാറ്റഗറി 3. കാറ്റഗറി 3 എന്ന് പറഞ്ഞാൽ രാസവ്യവസായിക ആണവ ദുരന്തങ്ങൾ. രാസവ്യവസായിക ആണവ ദുരന്തങ്ങൾ ഇപ്പം നമ്മുടെ എന്താണ് പറയുക, ഒരു ആണവ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ? അതായത് കെമിക്കൽ അതൊക്കെ ഉള്ള കെമിക്കൽ ഫാക്ടറി തകർന്ന് കത്തുക എന്നൊക്കെ പറയത്തില്ലേ ദുരന്തമായിട്ട്? അതിൻ്റെ പുകയൊക്കെ ശ്വസിക്കുക, അങ്ങനെയൊക്കെ ഉള്ള ദുരന്തങ്ങൾ നമ്മൾ കേട്ടില്ലേ? ഫാക്ടറി കത്തി, ഉദാഹരണം പറയാം ചെർണോബിൽ ദുരന്തം, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രാസവ്യവസായിക ആണവ ദുരന്തങ്ങളാണ് കാറ്റഗറി 3 പറയുന്നത്. അടുത്ത കാറ്റഗറി 4 ജൈവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അപ്പോൾ കാറ്റഗറി 4 എന്താണ്? ജൈവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ പകർച്ചവ്യാധി, ഭക്ഷ്യവിഷബാധ, വളർത്തു മൃഗങ്ങൾക്കുണ്ടാകുന്ന പകർച്ചവ്യാധികൾ, കീടങ്ങൾ മൂലമുള്ള വ്യാധികൾ. അതുപോലെ തന്നെ അവസാനത്തത് കാറ്റഗറി 5. കാറ്റഗറി 5 എന്ന് പറഞ്ഞാൽ ചെറുതും വലുതുമായ ദുരന്തങ്ങൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തീപിടുത്തം, കെട്ടിടങ്ങളുടെ തകർച്ച, സ്ഫോടനങ്ങൾ, എയർ, റോഡ്, റെയിൽ ദുരന്തങ്ങൾ, ഓയിൽ ചോർച്ച, വൈദ്യുത അപകടങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കാറ്റഗറി 5 കാറ്റഗറിയുള്ള ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്തങ്ങളെ 5 കാറ്റഗറിയിലായിട്ട് തരംതിരിച്ചിരിക്കുന്നത്. എല്ലാം മനസ്സിലായി? ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാറ്റഗറി 1 ജലവും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. കാറ്റഗറി 2 ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളിലാണ് സുനാമി വരുന്നത്, അത് മറക്കല്ലേ. ചിലപ്പോൾ അവിടെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കാറ്റഗറി 3 രാസവ്യവസായിക ആണവ ദുരന്തങ്ങൾ. കാറ്റഗറി 4 ജൈവ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ. കാറ്റഗറി 5 ചെറുതും വലുതുമായ അപകട ദുരന്തങ്ങൾ. ക്ലിയർ ആയ ഇനി അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് ഒരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക, അതുപോലെ തന്നെ പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും കേന്ദ്ര സേനകളുടെയും ഏകോപനം നടത്തുക എന്നതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആയി? ജസ്റ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. അടുത്തത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ. അപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. സൂര്യാഘാതം, ശക്തമായ കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ഇപ്പോഴേ പഠിച്ചു വെച്ചോ. സൂര്യാഘാതം ആണ്. അതുപോലെ തന്നെ ശക്തമായ കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം. അപ്പോൾ ഇപ്പോഴേ അങ്ങ് പഠിച്ചു വെച്ചോ. സൂര്യാതാപം,
ശക്തമായ കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം. ഇതൊക്കെ പഠിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നിങ്ങളൊരു കടലിൻ്റെ ബീച്ചിൽ പോവുക. ബീച്ചിനെ അങ്ങ് നിങ്ങൾ ഒരു എക്സാമ്പിളായിട്ട് എടുത്തോ. നിങ്ങളത് കടൽ കാണാൻ പോവുക. കടൽ കാണാൻ പോകുമ്പോൾ അവിടെ എന്തായാലും സൂര്യൻ കാണത്തില്ലേ, വെയിൽ വരത്തില്ലേ ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ സൂര്യാഘാതം വെക്കത്തില്ലേ. അതുപോലെ തന്നെ കടൽക്കാറ്റ് വരത്തില്ലേ. കടൽക്കാറ്റ് എങ്ങനെയാണ്, കടൽക്കാറ്റ് വരത്തില്ലേ. അപ്പം കടൽക്കാറ്റ് വരുമ്പോൾ ശക്തമായ കാറ്റ്, അതുപോലെ തന്നെ മണ്ണൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകത്തില്ലേ, തിര വന്ന് ചില മണ്ണുകൾ പിടിച്ചെടുത്തുകൊണ്ട് പോകത്തില്ലേ. അപ്പോൾ മണ്ണൊലിപ്പ്, അതുപോലെ തന്നെ കടലിൽ പെട്ടെന്ന് തിരമാലകൾ വരുമ്പോൾ കടൽക്ഷോഭം, അതുപോലെ തന്നെ പെട്ടെന്നൊരു മഴ പെയ്യുകയാണ്. അപ്പോൾ ഇടിമിന്നൽ, അതുപോലെ തന്നെ തീരശോഷണം. തീര ചെറുതായി പോകുന്നത് തീരശോഷണം. അപ്പോൾ ക്ലിയർ ആയി. നിങ്ങളൊരു ബീച്ചിൽ പോയിട്ട് അവിടെ നടക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങളെക്കുറിച്ച് അങ്ങ് ഓർത്താൽ മതി. അതായത് അവിടെ നടക്കാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണ്? സൂര്യാഘാതം, ശക്തമായ കാറ്റ്, മണ്ണൊലിപ്പ്, കടൽക്ഷോഭം, ഇടിമിന്നൽ, തീരശോഷണം. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് എളുപ്പത്തിൽ നിങ്ങൾ പരീക്ഷ ഹോളിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും. പരീക്ഷ ഹോളിൽ ഇങ്ങനൊരു ചോദ്യം വരും: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഏറ്റെടുക്കേണ്ട പ്രധാന ദുരന്തങ്ങൾ ഏതാണ്? അപ്പം നിങ്ങൾ ഓർക്കുക, നിങ്ങളൊരു കടൽ തീരത്ത് പോയി അവിടെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ ഏതെന്ന് ഓർക്കുക. സൂര്യാഘാതം വരും, സൂര്യൻ്റെ ചൂട് വെക്കുമ്പോൾ സൂര്യാഘാതം വരും, ശക്തമായ കാറ്റ് വരും, കടൽ തീരത്ത് നല്ല കാറ്റല്ലേ, കാറ്റ് വരും, മണ്ണൊലിപ്പ് വരും, കടൽക്ഷോഭം വരും, പെട്ടെന്നൊരു മഴ പെയ്താൽ ഇടിമിന്നൽ വരും, തീരശോഷണവും വരും. ഇത്ര ഓർത്ത് വെച്ചോ. വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത് നോക്കാം. സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം SCOC. സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം SCOC. എന്താണ് SCOC എന്ന് പറഞ്ഞാൽ KSDMA, അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ടെക്നിക്കൽ വിഭാഗം. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ കാര്യങ്ങൾ അതോറിറ്റി വെച്ച് നടപടികളെല്ലാം സ്വീകരിച്ചു. അത് കഴിഞ്ഞ് നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി വെച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണെങ്കിലും അത് കഴിഞ്ഞിട്ട് വരുന്ന കമ്മിറ്റി ഏതാണ്? നമുക്ക് കാര്യങ്ങളെല്ലാം ടെക്നിക്കലായിട്ടുകൂടെ ചിന്തിക്കണ്ടേ. അപ്പോൾ ടെക്നിക്കലായിട്ടുകൂടെ ചിന്തിക്കാൻ സാധ്യതയുള്ള, ടെക്നിക്കലായിട്ട് നമുക്കിപ്പോൾ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തെ നമുക്ക് എങ്ങനെ ടെക്നിക്കലായിട്ട് നേരിടാം എന്നുള്ള അങ്ങനെയുള്ള അതിനുവേണ്ടിയുള്ളൊരു കമ്മിറ്റിയാണ് സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം, അതായത് SCOC. അതായത് KSDMAയുടെ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്ന ടെക്നിക്കൽ വിഭാഗമാണ് ഈ SCOC എന്ന് പറയുന്നത്, സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ക്ലിയർ ആയ? ടെക്നിക്കൽ വിഭാഗം. അപ്പോൾ അവരുടെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചുമതലകൾ വരുന്നത്? എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു. അപ്പം സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ സംസ്ഥാനമൊട്ടാകെ സ്വീകരിക്കേണ്ട നടപടികൾ, ദുരന്ത സാധ്യത മുന്നറിയിപ്പുകൾ എന്നിവ ജില്ലകൾക്ക് നൽകുന്നു. ക്ലിയർ ആയേ? അടുത്ത നമ്മളിനി പഠിക്കാൻ പോകുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. നമ്മൾ സംസ്ഥാനം പഠിച്ചു, ഇനി അടുത്തത് ജില്ലയാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. അപ്പം ഓർത്ത് വെച്ചോടെ ഒരു മാർക്കാണ്. ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25(1) പ്രകാരം അനുസരിച്ച് രൂപീകരിക്കുന്നു. അപ്പോൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25(1) അനുസരിച്ച് രൂപീകരിക്കുന്നു. ചെയർമാൻ എപ്പോഴും ഒരു ജില്ലയുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറായിരിക്കും. അതുപോലെ തന്നെ ചെയർപേഴ്സണായിട്ട് വരുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ജില്ലാ അതോറിറ്റിയാണ്. അപ്പം ക്ലിയർ ആയ? ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എങ്ങനെയാണ് വന്നത്? രൂപീകരിക്കുന്നത് എങ്ങനെയാണ്? ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 25(1) അനുസരിച്ചാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും ജില്ലാ കളക്ടറായിരിക്കും. ചെയർപേഴ്സൺ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് എത്തിക്കുന്നതും ജില്ലാ അതോറിറ്റിയാണ്. അതായത് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. നമ്മളിപ്പം റെഡ് അലേർട്ടും കാര്യങ്ങളൊക്കെ വരത്തില്ലയോ? അപ്പോൾ അതെല്ലാം കളക്ടറിൻ്റെ ഓഫീസിലല്ലേ വരുന്നത്. അതായത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്നല്ലേ ഓരോ ജില്ലയ്ക്കും അല്ലേ ഇത് പ്രഖ്യാപിക്കുന്നത്. ഇപ്പോൾ ഇന്ന ജില്ലയിലൊരു റെഡ് അലേർട്ടാണ്, നാളെ റെഡ് അലേർട്ടാണ്, അല്ലെ മറ്റന്നാൾ യെല്ലോ അലേർട്ടാണ് എന്നൊക്കെ ഓരോ ജില്ല ബേസ് ചെയ്താണ്
അവർ മുന്നറിയിപ്പ് നൽകുന്നത്. അല്ലാതെ 2 ജില്ലകൾ കൂടി സംസ്ഥാനത്തൊട്ടാകെയല്ല, ഓരോ ജില്ല ബേസ് ചെയ്താണ്. അതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. അടുത്തത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം DEOC, ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽ കമ്മിറ്റിയാണ്. അതായത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ്. അപ്പോൾ അതെന്താണ് വരുന്നത്? ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങൾക്ക് അതത് പ്രദേശത്തെ ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ചുമതലയുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കേന്ദ്രങ്ങൾ വഴിയാണ്. അപ്പം ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പൊക്കെ നൽകുന്നത് ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം വഴിയാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പം ഇങ്ങനെ നോക്കത്തില്ല, കളക്ടർ എപ്പോൾ അവധി പ്രഖ്യാപിക്കും, നാളെ മഴയാണ്. അപ്പം അത് വെച്ചങ്ങ് ഓർത്ത് വെച്ചോ, ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രമാണ് ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നത് ഈ കേന്ദ്രങ്ങൾ വഴിയാണ്. അതുപോലെ തന്നെ ഒരു ദുരന്തമുണ്ടാവാൻ ഇടയായാൽ ആരോഗ്യം, ക്രമസമാധാനം, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ നടപ്പിലാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. അപ്പം ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രത്തിൻ്റെ ദൗത്യം എന്താണ്? ഒരു ദുരന്തമുണ്ടാവാൻ ഇടയായാൽ ആരോഗ്യം, ക്രമസമാധാനം, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഈ കേന്ദ്രങ്ങളുടെ ദൗത്യം. ക്ലിയർ ആയേ? അതുപോലെ തന്നെ ഈ 2 നമ്പർ ഓർത്ത് വെക്കണേ. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈനാണ് 1077. മറക്കല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കും. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ 1077. അതുപോലെ തന്നെ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ 1079. 1077 എന്താണ്? ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ. 1079 എന്താണ്? സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ. ഓർത്ത് വെച്ചോ, 1 മാർക്കാണ്. ഓർത്ത് വെച്ചാൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഈ നമ്പേഴ്സൊക്കെ ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ എക്സാമിന് പോലും ഇതുപോലെ ഒരു നമ്പർ ചോദിച്ചിരുന്നു, അത് സൈബർ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പം നമ്പേഴ്സൊക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ജില്ലാ അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ 1077. സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ സമിതിയുടെ ഹെൽപ്പ് ലൈൻ 1079. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ILDM. എന്താണ്? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതാണ്, നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ILDMലെ ഒരു ഫാക്കൽറ്റിയുടെ അംഗമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ILDMനെ കുറിച്ച് എന്താണെന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ILDM എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പോവുകയാണ്. ILDM എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് വരുന്നത്. അതായത് ദുരന്ത നിവാരണത്തിൽ പങ്കാളികളാകുന്നവർക്ക് പരിശീലനം നൽകുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ILDM രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ILDMൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ് ILDMൻ്റെ ആസ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ 1996 റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായി രൂപം കൊണ്ടു. ആദ്യമേ ILDM 1996 റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ട് മാത്രമാണ് രൂപം കൊണ്ടത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പുനർനാമകരണം ചെയ്തത് 2007. അപ്പോൾ നമ്മുടെ ILDM 1996 റവന്യൂ വകുപ്പിൽ ഒരു സ്വയംഭരണ പരിശീലന സ്ഥാപനമായിട്ട് രൂപം കൊണ്ടിരുന്നു. പക്ഷേ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പുനർനാമകരണം ചെയ്തത് 2007. ക്ലിയർ ആയേ? ഇത്രയും പഠിച്ചാൽ നമ്മൾ ILDMുമായിട്ട് ബന്ധപ്പെട്ട LDCക്ക്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. അടുത്തതിന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളൊരു ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ സേനകളാണ് വരുന്നത് എന്നൊക്കെയാണ്. അതാണ് ദുരന്ത പ്രതികരണ സേനകൾ. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അതായത് NDRF, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അതായത് NDRF രൂപീകൃതമായത് 2006 NDRF രൂപീകൃതമായത്. ആസ്ഥാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ന്യൂഡൽഹിയിലാണ് വരുന്നത്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്ത്യോദയ ഭവൻ. അപ്പോൾ NDRF എന്താണ്? നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. 2006 രൂപം കൊണ്ടത്. ആസ്ഥാനം അന്ത്യോദയ ഭവൻ ന്യൂഡൽഹിയാണ് വരുന്നത്. അതുപോലെ തന്നെ
തലവൻ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലാണ് തലവനായിട്ട് വരുന്നത്. ഡയറക്ടർ ജനറലാണ് തലവനായിട്ട് വരുന്നത്. അതായത് സാധാരണയായി ഒരു IPS ഉദ്യോഗസ്ഥനാണ് NDRFിൻ്റെ തലവനാവുന്നത്. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMAയുടെ കീഴിലാണ് NDRF പ്രവർത്തിക്കുന്നത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗത്തിലെ സൈനികരെ ഉൾപ്പെടുത്തിയാണ് ഇത് രൂപീകരിച്ചത്. അപ്പോൾ അർദ്ധസൈനിക വിഭാഗത്തിലെ സൈനികരെ ഉൾപ്പെടുത്തിയാണ് ഇത് രൂപീകരിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം NDRF നമ്മുടെ പ്രളയ സമയത്തൊക്കെ ഇവരൊക്കെ വന്ന് നമ്മളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു. NDRF അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്രളയ സമയത്ത് ഇതിൽ വീഡിയോ കാണുന്നവർ കുറച്ച് പേര് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. പ്രളയ സമയത്തൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറി ചില വീടുകളിലൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ നിലയിൽ നിന്നൊക്കെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്ന ഹെലികോപ്റ്ററിലും ഒക്കെ വരത്തില്ലേ, അതിനകത്ത് കുറച്ച് പട്ടാളക്കാരെയൊക്കെ നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അർദ്ധ സൈനിക വിഭാഗത്തിലുള്ള സൈനികരെയൊക്കെ അവരെന്ന് പറയുന്നത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ആണ്, NDRF ആണ്. ക്ലിയർ ആയി? അപ്പോൾ NDRFിൻ്റെ തലവൻ ഡയറക്ടർ ജനറൽ ആയിരിക്കും വരുന്നത്. 2006 NDRF വന്നത്. ആസ്ഥാനം അന്ത്യോദയ ഭവൻ ന്യൂഡൽഹി. അതുപോലെ തന്നെ അർദ്ധ സൈനിക വിഭാഗത്തിലെ സൈനികരെ ഉൾപ്പെടുത്തിയാണ് ഇത് രൂപീകരിച്ചത്. അപ്പോൾ നമ്മൾ NDRF പഠിച്ചു, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റേറ്റിലെ പഠിക്കേണ്ട സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ്, അതായത് SDRF. SDRF എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരന്ത പ്രതികരണത്തിനുള്ള ഡെഡിക്കേറ്റഡ് ഫോഴ്സാണ് SDRF എന്ന് പറയുന്നത്. ഈ സേനയെ സംസ്ഥാന പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സിനെ നമ്മുടെ പോലീസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു ദുരന്തം വരുമ്പോൾ ദുരന്തത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി മാത്രം സജ്ജമായി നിൽക്കുന്ന സേനയാണ് ഈ SDRF എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഡെഡിക്കേറ്റഡ് ഫോഴ്സാണ് അവർ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിലവിൽ സ്റ്റേറ്റ് SDRF പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആകെ 100 അംഗങ്ങളുടെ ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആകെ 100 അംഗങ്ങളുള്ള ഈ സേന ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് സൂപ്രണ്ടന്റ് ഓഫ് പോലീസാണ്, അതായത് SP ആണ്. സൂപ്രണ്ടന്റ് ഓഫ് പോലീസാണ് ഈ സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനയാണ് സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. അപ്പം നമ്മൾ പരിശീലനം നൽകുന്നത്. അപ്പം SDRFിന് പരിശീലനം നടക്കുന്നത് NDRF ആണ്, അതായത് നാഷണൽ സേനയാണ്. നമുക്ക് ദേശീയ ദുരന്ത നിവാരണ സേനയാണ് സംസ്ഥാന സേനയിലെ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. അതെപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. ക്ലിയർ ആയോ? അടുത്തതെന്ന് പറഞ്ഞാൽ സന്നദ്ധ സേന നമുക്കറിയാം. നമുക്കിപ്പം നമ്മുടെ പ്രളയം വന്നപ്പോഴൊക്കെ നമുക്ക് നാട്ടുകാർക്ക്, അതായത് നമ്മൾ സാധാരണക്കാർക്ക്, നമ്മൾ പൊതുജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു സേന വേണം. അങ്ങനെ എന്നൊരു ആശയത്തോടെയാണ് നമ്മൾ സന്നദ്ധ സേന എന്ന് പറഞ്ഞൊരു നമ്മുടെ സർക്കാർ രൂപീകരിച്ചത്. അതായത് നമ്മുടെ ഈ പ്രളയമൊക്കെ വന്നപ്പം ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ, അതുപോലെ തന്നെ സാധാരണക്കാർ, നമ്മളിപ്പോൾ ജാതി മത വർണ്ണഭേദ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും മനുഷ്യരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ മനുഷ്യന്, അതായത് സാധാരണക്കാരന് പ്രവർത്തിക്കാനും ഒക്കെ ഉള്ളൊരു സേനയായിട്ടാണ് സന്നദ്ധ സേന സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ 2020 ജനുവരി 1 കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കുകയും ഇതിനായി ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ 2020 ജനുവരി 1 കേരള സർക്കാർ സാമൂഹിക സന്നദ്ധ സേന സൃഷ്ടിക്കുകയും അതിനായി ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനായി രൂപീകരിച്ച ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന. അപ്പോൾ കേരള സന്നദ്ധ സേന ഞാനൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മിക്കവാറുള്ള നമുക്ക് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാം. കേരള സന്നദ്ധ സേന രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഓൺലൈൻ പോർട്ടലാണ് കേരള സന്നദ്ധ സേന. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി, ഗൂഗിളിൽ കാണാൻ സാധിക്കുന്നതാണ് കേരള സന്നദ്ധ സേന. അതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തെങ്കിലും ദുരന്തങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ സേവനം ആവശ്യമാണെങ്കിൽ അവർ അറിയിക്കുന്നതാണ്, കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്. നമ്മൾ ആധാറും കാര്യങ്ങളൊക്കെ വെച്ചാണ് ചെയ്യുന്നത്, അത് അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ദുരന്ത സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും, അതായത് കൊറോണ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴും അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലും സന്നദ്ധ സേവനങ്ങളിലൂടെ ജനങ്ങളെ സഹായിക്കുക എന്നതാണ് സന്നദ്ധ പോർട്ടൽ ആരംഭിച്ചതിൻ്റെ ലക്ഷ്യം. ക്ലിയർ ആയേ? അടുത്ത പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും കേൾക്കും, ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ദുരിതാശ്വാസ ഫണ്ട്.
ദുരിതാശ്വാസ ഫണ്ട് KSDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ എത്ര രൂപ കൊടുത്തു, അതുപോലെ തന്നെ ദുരിതാശ്വാസ ഫണ്ടിലെ പണം എന്ത് ചെയ്യുന്നൊക്കെ പ്രതിപക്ഷമായാലും നമ്മളെപ്പോഴും വാർത്തയായാലും TV യിലായാലും എപ്പോഴും കാണുന്നതാണ്. ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റി എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ദുരിതാശ്വാസ ഫണ്ട് എന്താണ്? കേരള സ്റ്റേറ്റ് നമ്മുടെ സംസ്ഥാനത്തിലെ ദുരിതാശ്വാസ ഫണ്ട് എന്ന് പറയുന്ന സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി, അതങ്ങനെയാണ് പറയുന്നത്. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി SDRF പറ്റി പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണത്തിലെ വകുപ്പാണ് 48(1)A. മറക്കല്ലേ, സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി അഥവാ ദുരിതാശ്വാസ ഫണ്ടിനെ പറ്റി പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണത്തിൽ സംസ്ഥാനത്തിലെ ദുരന്ത നിവാരണ പ്രതികരണ നിധിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 48(1)A. 48(1)A. ദുരന്ത നിവാരണത്തിലെ ദേശീയ ദുരന്ത നിവാരണ വകുപ്പ് നിയമത്തിലെ വകുപ്പാണ് ഉപയോഗിക്കുന്നത് 48(1)A. ക്ലിയർ ആയോ? അതുപോലെ തന്നെ അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ SDRF നിന്നും ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട്. അതായത് ഞാനിപ്പോൾ പറയാം, നമ്മുടെ താനൂർ ഒരു ബോട്ട് അപകടം നടന്നില്ലായിരുന്നോ? നിങ്ങൾ എത്ര പേര് ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അറിയത്തില്ല. ഒരു വർഷം മുമ്പ് ഒരു താനൂർ എങ്ങാണ്ട് ഒരു ബോട്ട് അപകടം നടന്നിരുന്നു. എന്തോ ഒരു മലപ്പുറം ആ താനൂർ ഏരിയയിൽ എങ്ങാണ്ട് ഒരു ബോട്ട് അപകടം നടന്നിരുന്നു. അപ്പോൾ ആ ബോട്ട് അപകടത്തിൽ മരിച്ചവർക്കെല്ലാം നമ്മുടെ ഈ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് ഒരു എത്ര രൂപയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, എത്ര 5 ലക്ഷം എങ്ങാണ്ടെന്ന് തോന്നുന്നു, അവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ദുരിതാശ്വാസ സഹായത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. അത്രയും ഓർത്തു വെച്ചോ. അംഗീകൃത ദുരന്തങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ SDRF നിന്നും ദുരിതാശ്വാസ സഹായത്തിന് അർഹതയുണ്ട്. അപ്പം അടുത്തത് പോലീസിൻ്റെ FIR പരിശോധിച്ചാണ് KSDRF നിന്നും ധനസഹായം നൽകുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ധനസഹായം നൽകാൻ പറ്റത്തില്ല. പോലീസ് ഒരു FIR ഇടും, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, അത് പരിശോധിച്ചാണ് ധനസഹായം നൽകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും KSDRF നിന്ന് ധനസഹായം നൽകുന്നതാണ്. അപ്പം ദേശീയ തലത്തിൽ അംഗീകരിച്ച ദുരന്തങ്ങൾക്കും സംസ്ഥാന സവിശേഷ ദുരന്തങ്ങൾക്കും KSDRF നിന്നും ധനസഹായം നൽകാവുന്നതാണ്. അതുപോലെ തന്നെ 13ാം ധനകാര്യ കമ്മീഷൻ്റെ, അതായത് ഡോക്ടർ വിജയൽ കോൽക്കറിൻ്റെ ശുപാർശ പ്രകാരമാണ് SDRF രൂപീകരിച്ചത്. അതുപോലെ തന്നെ SDRFിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് 75% സംഭാവന ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെൻറ് 75% സംഭാവന ചെയ്യുന്നു. അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി കേന്ദ്ര ഭരണ പ്രദേശമോ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റോ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് 90% സംഭാവന ചെയ്യും. അല്ലാതെ നമ്മളെ കേരളത്തിലൊക്കെയാണ്, നമ്മുടെ സംസ്ഥാനങ്ങൾക്കൊക്കെ ആണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് 75% സംഭാവന ചെയ്യുന്നു. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട LDC എക്സാമിനും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദ്യം വരത്തുള്ളൂ, ഇതിന് വെളിയിൽ പോകത്തില്ല, ഞാൻ ഉറപ്പ് പറയുന്നത്. ഇതിന് വെളിയിൽ ഒരു ചോദ്യം ചോദിക്കത്തില്ല. അതായത് ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കംപ്ലീറ്റ് അരിച്ച് പറക്കി നമുക്ക്, അതായത് ഒരു LDC ലെവൽ എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് മുമ്പിൽ തരാം. നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതാണ്, ഇതിൻ്റെ നോട്ട്. അപ്പോൾ നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നോട്ട് കാണുക. ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ അഭിപ്രായങ്ങൾ വേണം. മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്താലേ നമ്മൾ നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സസ് ഇടാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇനി നമ്മൾ കേരള ഭരണവും ഭരണരംഗവുമായി ബന്ധപ്പെട്ട ഇനി 2-3 ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കൂടെ നമ്മൾ ഒട്ടനെ തന്നെ കവർ ചെയ്യുന്നതാണ്. ഇനി തണ്ണീർത്തട സംരക്ഷണ നിയമമാണ് അടുത്ത ടോപ്പിക്കായിട്ട് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതാണ്. അതുപോലെ തന്നെ കേരള ഭരണവും ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. LDC നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യുമ്പം നല്ല രീതിയിൽ നല്ല ബെനിഫിറ്റ് കിട്ടും. നമുക്ക് 5 മാർക്കും ഇതിനകത്തുനിന്ന് സ്കോർ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മറ്റുള്ളവർക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. നോട്ട് അതിനകത്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം ID യുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത ക്ലാസ് ഉടനെ തന്നെ എത്തുന്നതാണ്.